ആനന്ദ ഏവ വിജയതേ മനഃസ്വസ്ഥതൈവ ആനന്ദഃ മനോജയ ഏവ മഹാജയഃ അഹിംസൈവ പരമോ ധർമ്മഃ. ബ്രഹ്മാനന്ദസ്വാമി ശിവയോഗി 1916 എഴുതിയ വിഗ്രഹാരാധനാ ഖണ്ഡനം. ഹേ ആനന്ദകാംക്ഷികളെ, വിഗ്രഹാരാധന കൊണ്ട് ഇഹലോക സുഖവും ഇല്ല, പരലോക സുഖവും മോക്ഷവും ഇല്ല. നോക്കുവിൻ, അനേകായിരം കൊല്ലമായി അനേകായിരം ഉറുപ്പിക ചിലവ് ചെയ്ത് ക്ഷേത്രം കെട്ടി വിഗ്രഹാരാധന ചെയ്യിച്ചും ചെയ്തും വരുന്ന ഹിന്ദു രാജാക്കന്മാരുടെ മുമ്പുള്ള രാജാധിപത്യം പോയി. മുഹമ്മദീയ രാജാക്കന്മാരുടെ കീഴിൽ വളരെ കാലം ദുഃഖിച്ച് കഴിച്ചുകൂട്ടി. ഇപ്പോൾ ആംഗ്ലേയ ചക്രവർത്തിയുടെ കീഴിലാകുന്നു. ബ്രാഹ്മണർ ബിംബാരാധനയെ വിട്ടും കൊണ്ട് ഇംഗ്ലീഷ് പഠിച്ച് പാസ്സായി വക്കീൽ, മുൻസിഫ്, സബ് ജഡ്ജി, ഹൈക്കോടതി ജഡ്ജി എന്നിങ്ങനെ ഓരോ അധികാരം ഭരിച്ചിട്ടും കൃഷി ചെയ്തിട്ടും കച്ചവടം ചെയ്തിട്ടും മറ്റ് പല വ്യാപാരങ്ങൾ ചെയ്തിട്ടും പണവും പൂജ്യതയും സമ്പാദിച്ചു തുടങ്ങി. ബ്രാഹ്മണരിലാണ് ഇന്ന് അധികവും ഉദ്യോഗസ്ഥന്മാർ. നായന്മാരിലും മറ്റു ജാതിയിലും ഇത്ര ഉദ്യോഗസ്ഥന്മാരില്ല. വിഗ്രഹാരാധന കൊണ്ട് സമ്പൽപുഷ്ടി ഉണ്ടാകുമെങ്കിൽ ബ്രാഹ്മണർ അത് വിട്ട് നാനാ വ്യാപാരങ്ങൾക്ക് പോകയില്ല. വിഗ്രഹാരാധന കൊണ്ട് ഐശ്വര്യപുഷ്ടി ഉണ്ടാകുമെങ്കിൽ നമ്മുടെ രാജാക്കന്മാരുടെ ചക്രവർത്തി സ്ഥാനം പോകില്ല. ചില രാജവംശം ധനഹീനതയെ പ്രാപിക്കുകയുമില്ല. വിഗ്രഹാരാധന കൊണ്ട് രോഗശാന്തിയും ഉണ്ടാകുകയില്ല. ഉണ്ടാകുമെങ്കിൽ ബ്രാഹ്മണരും രാജാക്കന്മാരും ഡോക്ടർ, ദരസർ, നാട്ടുവൈദ്യർ എന്നിവരെ കൊണ്ടുവന്ന് ചികിത്സിക്കുകയില്ല. വിഗ്രഹാരാധന കൊണ്ട് സന്താന സമൃദ്ധിയും ഉണ്ടാകുകയില്ല. ഉണ്ടാകുമെങ്കിൽ ബ്രാഹ്മണരുടെ ഇടയിലും ചില രാജാക്കന്മാരുടെ ഇടയിലും സന്തതിയില്ലാതെ വരുവാനോ ചിലരുടെ വംശനാശം തന്നെ വരുവാനോ സംഗതിയില്ല. വിഗ്രഹാരാധന കൊണ്ട് ചിത്തശുദ്ധി, സമദൃഷ്ടി, ജ്ഞാനം മുതലായ ഗുണങ്ങളും ഉണ്ടാകുകയില്ല. ഉണ്ടാകുമെങ്കിൽ ബ്രാഹ്മണർ ഒരേ ജാതിയായ മനുഷ്യരിൽ ചിലരെ ഇന്നും നീ ശൂദ്രൻ, നീ നികൃഷ്ടൻ, നിന്നെ തൊട്ടാൽ കുളിക്കണം, നീ ഈഴവൻ, നിനക്ക് അരികിൽ അണവാൻ പാടില്ല, ദൂരെ പോ എന്ന് പറഞ്ഞ് വിലക്കയില്ല. ചിത്തശുദ്ധിയും സമദൃഷ്ടിയും ജ്ഞാനവും വരാതെ മോക്ഷവും സിദ്ധിക്കയില്ല എന്നാണ് പ്രബലപ്പെട്ട പ്രമാണങ്ങൾ വിധിച്ചിട്ടുള്ളത്. അസ്മാദൃക്കുകളുടെ അനുഭവവും അങ്ങനെ തന്നെ. ഈ പറഞ്ഞ സംഗതികൾ കൊണ്ട് അനേകായിരം കാലമായി അനേകായിരം ഉറുപ്പിക ചിലവ് ചെയ്ത് വിഗ്രഹാരാധന ചെയ്തു പോരുന്ന ദ്വിജന്മാർക്ക് കൂടി സമ്പൽപുഷ്ടിയോ രോഗശാന്തിയോ ചിത്തശുദ്ധി ജ്ഞാനമോക്ഷങ്ങളോ സിദ്ധിച്ചിട്ടില്ലെന്ന് ഉള്ളത് അനുഭവമാകുന്നു. ഈ സ്ഥിതിക്ക് ശൂദ്രാദികൾക്ക് വിഗ്രഹാരാധന കൊണ്ട് എന്താ സിദ്ധിപ്പാൻ പോകുന്നത്? ഒന്നും സിദ്ധിക്കയില്ല. വിഗ്രഹാരാധനാദി കർമ്മങ്ങൾക്ക് അർഹന്മാരാണെന്ന് ശാസ്ത്രത്താൽ ഘോഷിക്കപ്പെട്ട ബ്രാഹ്മണാദികൾക്ക് അവ കൊണ്ട് ഒന്നും സിദ്ധിച്ചു കാണുന്നില്ല. അതിന് അർഹന്മാരല്ല, അത് ചെയ്താൽ അധപ്പതിക്കേ എന്ന് ശാസ്ത്രത്താൽ വിധിക്കപ്പെട്ട ശൂദ്രാദികൾക്ക് പിന്നെ എന്താ സിദ്ധിപ്പാൻ പോകുന്നത്? അധപ്പതനമോ? ശൂദ്രന് മന്ത്രോപവാസം കൊണ്ട് അധോഗതി എന്നല്ലയോ ശിവപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത്? ജപതപ തീർത്ഥയാത്ര പ്രവജ്യ മന്ത്രസാധനം ദേവതാരാധനം ചെയ്വ ശ്രീശൂദ്ര പതനാനിഷഡ്. അർത്ഥം: ജപം, തപസ്, തീർത്ഥയാത്ര, സന്യാസം, മന്ത്രം, പൂജ, വിഗ്രഹാരാധനം. ഈ 6 കർമ്മങ്ങൾ സ്ത്രീകൾക്കും ശൂദ്രർക്കും അധപ്പതനത്തിനുള്ളവയാകുന്നു എന്നല്ലേ അത്രി സംഹിതയിൽ പറഞ്ഞിട്ടുള്ളത്? ഈ സ്ഥിതിക്ക് ശൂദ്രാദികൾ വിഗ്രഹാരാധനയെ ചെയ്താൽ പതിക്കും എന്നുള്ളതിന് സംശയമുണ്ടോ? എന്നാൽ ജ്ഞാനികളുടെ അഭിപ്രായം സ്ത്രീ ശൂദ്രന്മാർ എന്നല്ല, ബ്രാഹ്മണരും സർവ്വമനുഷ്യരും വിഗ്രഹാരാധന കൊണ്ട് അധപ്പതിക്കും എന്നാകുന്നു. ഇത് ഞാൻ പിന്നീട് തെളിയിച്ചു കൊള്ളാം. അതിനു മുമ്പായി ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. ഹേ ആനന്ദകാംക്ഷികളെ, ബിംബപ്രതിഷ്ഠയെ ചെയ്യുന്ന ആചാര്യന്മാരെയും രോഗാദി അരിഷ്ടങ്ങൾ പിടിപെട്ടു കാണുന്നു. അവയെ നീക്കാൻ അവർക്ക് ശക്തി കാണുന്നില്ല. അങ്ങനെ ഇരിക്കുന്നവർ പ്രതിഷ്ഠിച്ച കല്ലിന് നിങ്ങളുടെ രോഗാദിപീഠയെ നീക്കുവാനോ സമ്പൽപുഷ്ടിയെ ചെയ്യുവാനോ ജ്ഞാനമോക്ഷങ്ങളെ നൽകുവാനോ കഴിയുമെന്ന് കരുതി നിങ്ങൾ അവരുടെ കൽപ്പന കേട്ട് ക്ഷേത്രം കെട്ടി പണം നശിപ്പിക്കാൻ പുറപ്പെടുന്നത് മഹാഭോഷത്വമല്ലയോ? വിഗ്രഹത്തിന് ഒന്നിനും കഴിയുകയില്ല. ഗുരുവായൂർ മുതലായ പ്രസിദ്ധപ്പെട്ട ചില ക്ഷേത്രങ്ങളിൽ കള്ളന്മാർ കടന്ന് അനവധി ധനം കട്ടുകൊണ്ടുപോയി കാണുന്നു. ചില ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബിംബങ്ങളെ കുത്തി പുഴക്കി തലകീഴായി നാട്ടിയ കഥയും ഞാൻ അറിയും. ഒരു ഉറുമ്പിനെ കൊണ്ടും കൊതുവിനെ കൊണ്ടും കഴിയുന്ന പ്രതിക്രിയ കൂടി വിഗ്രഹങ്ങൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല. പ്രതിഷ്ഠാകർത്താക്കന്മാരായ ആചാര്യന്മാരാൽ ജീവപ്രതിഷ്ഠയാൽ വിഗ്രഹങ്ങൾക്ക് നൽകപ്പെട്ട ചൈതന്യം ഇവിടെ പോയി?
ക്ഷേത്രത്തിൽ കിടക്കുന്ന കാവൽക്കാർക്കോ പൂജകന്മാർക്കോ ഊരാളന്മാർക്കോ ഭക്തന്മാർക്കോ പോലീസുകാർക്കോ മറ്റോ കള്ളന്മാർ കടക്കുമെന്ന് മുൻകൂട്ടിയൊരു ദർശനം ഉണ്ടായതാണെങ്കിൽ കള്ളന്മാർ കടന്ന് ധനം കൊണ്ടുപോകാൻ ഇടവരില്ലായിരുന്നു. ദർശനം കാണിക്കാത്ത പക്ഷം കള്ളന്മാരുടെ കൈകാലുകളെ സ്തംഭിപ്പിച്ചാലും മതിയായിരുന്നു. കട്ടുകൊണ്ട് ചാടിപ്പോകുവാൻ നിർവാഹമില്ലാത്ത കള്ളന്മാർ അവിടെ സ്തംഭിച്ചു നിൽക്കുന്നത് കണ്ടാൽ ഭക്തിഹീനന്മാരായ മഹാഭാവികൾക്കും ആ കള്ളന്മാർക്കും പരമഭക്തി വർദ്ധിച്ച് ബഹുജനം നന്നാകുമായിരുന്നു. ഭക്തന്മാർ ക്ഷേത്രത്തിൽ സമർപ്പിച്ചിട്ടുള്ള സ്വത്തും പോകുകയില്ലായിരുന്നു. വിഗ്രഹങ്ങൾക്ക് അതിന് ഒന്നിനും കഴിഞ്ഞില്ല. കള്ളന്മാർക്ക് ക്ഷേത്രത്തിൽ കിടന്ന് കക്കാൻ തോന്നാതാക്കിയാലും മതിയായിരുന്നു. വിഗ്രഹങ്ങൾക്ക് അതിനും കഴിഞ്ഞില്ല. ഇക്കാലത്തെ കഥ ഇരിക്കട്ടെ. പണ്ട് ടിപ്പു സുൽത്താൻ അനേക ക്ഷേത്രങ്ങളെ അടിച്ചുടച്ച് അവയിലെ അനവധി രത്നങ്ങളെ വാരിക്കൊണ്ട് പോകുമ്പോഴും വിഗ്രഹങ്ങൾ സ്തംഭിച്ചിരുന്നത് എന്താണ്? വിഗ്രഹങ്ങൾക്ക് ലേശം ചൈതന്യമുണ്ടെങ്കിൽ അതാത് അവസരത്തിൽ കാണിപ്പാൻ അവകാശമുണ്ടായിരുന്നു. ഇങ്ങനെ അശക്തങ്ങളായ വിഗ്രഹങ്ങളുടെ ആരാധന കൊണ്ടും അഭിഷേകം കൊണ്ടും സ്തുത്യാദികൾ കൊണ്ടും വിഗ്രഹങ്ങളോ വിഗ്രഹദ്വാര ഈശ്വരനോ രോഗം മാറ്റി മുക്തി കൊടുത്തു, സന്തതിയും സമ്പത്തും കൊടുത്തു എന്നും മറ്റും പല പല ഫലശ്രുതികളെ ഘോഷിച്ച് ഇന്നും ഗ്രന്ഥങ്ങളെ എഴുതി കൂട്ടിയിട്ടും തർജ്ജമ ചെയ്തിട്ടും ക്ഷേത്രങ്ങളെ കെട്ടിച്ചിട്ടും വിദ്വാൻമാർ ജനങ്ങളെ ആനന്ദാസ്പദമായ ഗാത്രക്ഷേത്രത്തിൽ നിന്ന് തെറ്റിച്ച് അധപ്പതിപ്പിക്കുന്നതിന് അതിർത്തിയില്ല. ഭഗീരഥൻ ഗോകർണ ക്ഷേത്രത്തിൽ ഭജിച്ചിട്ട് ആകാശഗംഗയെ ഭൂലോകത്ത് വരുത്തിപോൽ, രാവണന് ത്രൈലോക്യാധിപത്യം സിദ്ധിച്ചുപോൽ. ഇങ്ങനെ ഓരോരോ ക്ഷേത്രങ്ങളിൽ ഭജിച്ചിട്ട് ഓരോരുത്തർക്ക് സിദ്ധിച്ച സിദ്ധികൾക്ക് കയ്യും കണക്കുമില്ല എന്ന് പുരാണങ്ങളിൽ കാണുന്നു. അതിനെ എടുത്തു ഘോഷിച്ചും കൊണ്ട് ഇന്നുള്ള സ്വാമിമാരും ആചാര്യന്മാരും മറ്റും വിഗ്രഹാരാധനാദി കർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്നു. ഈ സ്വാമിമാർക്കോ ആചാര്യന്മാർക്കോ ആ ക്ഷേത്രങ്ങളിൽ ഭജിച്ചിട്ട് രാജാധിപത്യം മുതലായ സിദ്ധികളിൽ എന്തെങ്കിലും ഒന്ന് സമ്പാദിക്കരുതോ? അങ്ങനെ ചെയ്യാത്തതെന്താണ്? ഹേ സാരഗ്രാഹികളെ, ഒന്ന് ആലോചിപ്പിൻ. അതിരിക്കട്ടെ, ആ വക ക്ഷേത്രങ്ങളിൽ എത്ര ജനെ ഭജിച്ചിട്ടും ഇക്കാലത്ത് ആർക്കും ഒരു സിദ്ധി ഉണ്ടാകുന്നതുമില്ല. അതെന്താണ്? ഒന്ന് ആലോചിപ്പിൻ. മദ്രാസ്, ബിലാത്തി മുതലായ സ്ഥലങ്ങളിൽ പോയി വളരെ കാലം കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് ഭാഷയും നിയമങ്ങളും പഠിച്ച് എത്ര വലിയ കഠിന പരീക്ഷയായാലും അതിൽ ജയിച്ച് ഹിന്ദുക്കൾ ഇക്കാലത്ത് കെങ്കേമന്മാരായിത്തീരുന്നു. ഒരു ബ്രാഹ്മണനോ ഒരു ശൂദ്രനോ ഒരു ഈഴവനോ ഹിന്ദുക്കളിൽ ആരെങ്കിലും ഒരാൾ ക്ഷേത്രോപവാസാദി കർമ്മങ്ങൾ കൊണ്ട് ഒരു സിദ്ധിയെ പ്രാപിച്ച് കേമനായി തീരാത്തത് എന്താണ്? അങ്ങനെ തീർന്നു കണ്ടാൽ ജ്ഞാനികൾ വിഗ്രഹാരാധനാദി കർമ്മങ്ങളെ ഒരിക്കലും നിന്ദിക്കയില്ലല്ലോ. കുട്ടിക്കാലത്തെ ചില കുട്ടികൾ മരപ്പാവയെ ഉണ്ടാക്കി എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു. ആ പാവയെ കുളിപ്പിക്കുന്നു, അതിന് ആഭരണങ്ങളും മറ്റും കെട്ടി അലങ്കരിക്കുന്നു. ചില ഭക്ഷണ പദാർത്ഥങ്ങളെ ഉണ്ടാക്കി ആ പാവയ്ക്ക് തിന്നാൻ നൽകി തിന്നെ എന്ന് പറയുന്നു. അതിനെ കൊഞ്ചി ലാളിക്കുന്നു. തൊട്ടിലിട്ട് ആട്ടി പാട്ടുപാടി ഉണ്ണി ഉറങ്ങ് എന്ന് പറയുന്നു. അതേ തരത്തിൽ കർമ്മികൾ വിഗ്രഹത്തെ ഉണ്ടാക്കി അഭിഷേകം ചെയ്യുന്നു, വസ്ത്രാദികൾ കൊണ്ട് അലങ്കരിക്കുന്നു, ഭക്ഷ്യപേയ പദാർത്ഥങ്ങളെ ഉണ്ടാക്കി പൂജിക്കുന്നു, പൂജാഗ്രഹാണ എന്ന് പ്രാർത്ഥിക്കുന്നു, എഴുന്നള്ളിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിൽ ജ്ഞാനികൾക്ക് പറവാൻ അവകാശമില്ലയോ? ചൈതന്യമുള്ള മനുഷ്യർ ചൈതന്യമില്ലാത്ത വിഗ്രഹങ്ങളെ കൊണ്ടാടി അതുകൊണ്ട് മുക്തികളെ സാധിക്കാമെന്ന് വിചാരിച്ച് അനവധി ദ്രവ്യം ചിലവ് ചെയ്തും കായക്ലേശം ചെയ്തും അജ്ഞാന ദുഃഖങ്ങളിൽ പതിക്കുന്നത് കണ്ടിരിക്കുന്നത് ജ്ഞാനികൾക്ക് ധർമ്മമാണോ? അല്ല. കുട്ടികൾക്ക് അക്ഷരാഭ്യാസം ചെയ്യുവാൻ വേണ്ടി അവിടെ കളിപ്പാവയെയും കോപ്പുകളെയും തട്ടിക്കളയുന്ന മാതിരി കർമ്മികൾക്ക് ജ്ഞാനം ഉണ്ടാവാൻ വേണ്ടി വിഗ്രഹാരാധനാദി കർമ്മങ്ങളെ ഖണ്ഡിക്കേണ്ടതാകുന്നു. അതുകൊണ്ട് വസിഷ്ഠാദിജ്ഞാനികൾ വിഗ്രഹാരാധകന്മാരെ നിന്ദിച്ചിരിക്കുന്നു. കേൾപ്പിൻ. കാലം യജ്ഞതപോദാന തീർത്ഥദേവാർച്ചന ഭ്രമൈഹി ചിരമാതിശതോപേതാഹ ക്ഷപയന്തി മൃഗായിവ. അർത്ഥം: യാഗം, വ്രതം, ദാനം, തീർത്ഥസ്നാനം, ബിംബാരാധനം എന്നിവയിൽ ഭ്രമിച്ച് വളരെ കാലം മൃഗങ്ങളെപ്പോലെ കഴിച്ചുകൂട്ടുന്നു. മൂഢമതി തിറവുകോലിൽ പറഞ്ഞത്, നട്ട കല്ല് ദൈവമെன்று 4 പുഷ്പം ചാർത്തുരീർ
ചുറ്റി വന്ന് മൊണമൊണെன்று ചൊല്ലും മന്ത്രമേതടാ. നട്ട കല്ല് പേശുമോ നാഥനുള്ളിരുക്കയിൽ, ചുട്ട ചട്ടി ചട്ടുകം കറിച്ചുവൈ അറിയുമോ. അർത്ഥം: ഒരു കല്ലിനെ പ്രതിഷ്ഠിക്കുന്നു, അതിൽ ഈശ്വരഭാവനയോടുകൂടി പൂജിക്കുന്നു, അതിനെ പ്രദക്ഷിണം വയ്ക്കുന്നു, മന്ത്രം ജപിക്കുന്നു. ആ പ്രതിഷ്ഠിച്ച കല്ല് സംസാരിക്കുമോ? കറി വയ്ക്കുന്ന ചട്ടിയോ കറി ഇളക്കുന്ന ചട്ടുകമോ കറിയുടെ രസത്തെ അറിയുമോ? ഇല്ല. അതുപോലെ ഫലമൂലാദി നൈവേദ്യരസമൊന്നും ഈ വിഗ്രഹം അറിയുകയില്ല. ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിലിരിക്കെ അറിയാതെ ഇങ്ങനെ ചെയ്യുന്നുവല്ലോ എന്ന് സാരം. ഓശപെറ്റ കല്ലനീർ ഉടൈത്തുരുക്കൾ ചെയ്கிறீர், വാശലിൽ പതിത്ത കല്ല് മിക്കവും മതിക്കുറീർ, പൂജപെറ്റ കല്ലിലെ പൂവും നീരും ചാറ്റുഴീർ, ഈശനുക്കുതന്ത കല്ല് ഇരണ്ടു കല്ലും അല്ലവേ. അർത്ഥം: നല്ല കല്ലിനെ ഉടച്ച നിങ്ങൾ ഉരുക്കളെ ഉണ്ടാക്കുന്നു, നടയിൽ പടുത്ത കല്ലിനെ നിങ്ങൾ ചവിട്ടുന്നു, പൂജിപ്പാൻ വെച്ച കല്ലിൽ ജലപുഷ്പ ആദികൾ കൊണ്ട് പൂജിക്കുന്നു. ഈ രണ്ടു വക കല്ലും ഈശ്വരന് പറ്റിയതല്ല. എത്തനെയ്താൻ കല്ലുകളെ പൂജിത്താലും ഹീനர்களே உங்களுக்கு മോക്ഷമുണ്ടോ, சுத்தமுடன் തലൈ മുഴുകി തപം ചെയ്താലും ചൊൽ പെരിയ പേരിമ്പം തോன்றுമോതാൻ. അർത്ഥം: ഹേ ഹീനന്മാരെ, ശിവൻ, വിഷ്ണു, സുബ്രഹ്മണ്യൻ എന്നിങ്ങനെയുള്ള ദേവഭാവനയോടുകൂടി ബിംബങ്ങളെ എത്ര തവണ ആരാധിച്ചാലും നിങ്ങൾക്ക് മോക്ഷം കിട്ടുകയില്ല. കുളിച്ച് ശുദ്ധിയോടുകൂടി തപസ് ചെയ്താലും ആനന്ദം കിട്ടുകയില്ല. ചർക്കുരുവൈ അറിയാമൽ ഉലകത്തിലേതാൻ ചണ്ടാലർ കല്ലുകളെ ദൈവമെன்று പൊയ്ക്കുരുക്കൾ ചൊന്ന പൂത്തി തന്നെ കേട്ട് പൂജ ചെയ്ത് കല്ലുകളെ പോറ്റി ചെയ്വാർ. പൊയ്ക്കുരുക്കൾ തങ്ങളുടെ ചെയ്തി കേട്ടാൽ സ്വർഗമുണ്ടോ നരകമെല്ലാം ചൊല്ലുമ്പോത് ചർക്കുരുവൈ അറിந்தവൻ ഉടനെ മോക്ഷം. ചാർവാതെன்று മുന്നോറുകൾ ചാറ്റിനാരേ. അർത്ഥം: സൽഗുരുവെ കണ്ടുപിടിപ്പാൻ കഴിയായകയാൽ കപടഗുരു പറയുന്ന വാക്കുകേട്ട് കല്ലുകളെ ദൈവമെന്ന് പൂജിച്ച് വണങ്ങുന്നു. കപടഗുരുക്കൾ പറയുന്നതിനെ കേട്ടാൽ സ്വർഗം കിട്ടുകയില്ല. അവർ നരകം മാർഗമല്ലയോ പറയുന്നത്. സൽഗുരുവെ അറിഞ്ഞവന് ഉടനെ മോക്ഷം കിട്ടും. ഇങ്ങനെയാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. വിഗ്രഹാരാധനയെ ചെയ്യിപ്പിക്കുന്ന ഗുരു കള്ളഗുരുവാണെന്നും ആ ഗുരുവിൻ്റെ വാക്കിനെ കേട്ട് വിഗ്രഹാരാധനയെ ചെയ്യുന്നവർക്ക് ദുഃഖമല്ലാതെ സുഖം സിദ്ധിക്കയില്ല എന്നും സാരം. ഹേ കൂട്ടരെ, നിങ്ങൾ പ്രമാണത്തെ വിശ്വസിക്കുന്നവരാകുന്നുവെങ്കിൽ വിഗ്രഹാരാധന കൊണ്ട് സുഖം സിദ്ധിക്കയില്ല, ദുഃഖമേ സിദ്ധിക്കുകയുള്ളൂ എന്ന ഈ പ്രമാണങ്ങളെ സ്വീകരിച്ച് വിഗ്രഹാരാധനയെ വിടേണ്ടതാണ്. നിങ്ങൾ അനുഭവത്തെ വിശ്വസിക്കുന്നവരാകുന്നുവെങ്കിൽ ഐഹിക സമ്പത്തോ ചിത്തശുദ്ധി മുതലായ മോക്ഷസാധനങ്ങളോ വിഗ്രഹാരാധന കൊണ്ട് ഉണ്ടാകുന്നതല്ലെന്ന് നമ്മുടെ രാജാക്കന്മാരുടെയും ബ്രാഹ്മണരുടെയും അവസ്ഥയെ നോക്കി വിഗ്രഹാരാധനയെ വിടേണ്ടതാണ്. നിങ്ങൾ യുക്തിയെ വിശ്വസിക്കുന്നവരാണെങ്കിൽ ജലത്തോട് ചേർന്നാലേ നമുക്ക് താപശാന്തിയും തണുപ്പും സിദ്ധിക്കുന്നുള്ളൂ. അപ്രകാരം ഗാത്രക്ഷേത്രത്തിലെ ആനന്ദദേവനോട് മനസ്സിനെ ചേർത്തിയാലേ ദുഃഖനിവൃത്തിയും ആനന്ദവും നമുക്ക് സിദ്ധിക്കുകയുള്ളൂ എന്ന യുക്തിയെ പിടിച്ച് വിഗ്രഹാരാധനയെ വിടേണ്ടതാകുന്നു. ആനന്ദരൂപനായ ദൈവം സർവത്രയുണ്ട് എന്ന വിചാരത്തിൽ കാശി മുതലായ ക്ഷേത്രങ്ങൾ തോറും നടന്നു നോക്കിയാലും പ്രതിഷ്ഠിച്ച കല്ലേ മുതലായ വിഗ്രഹങ്ങളിൽ ദേവബുദ്ധിയ പൂജിച്ചാലും ദുഃഖം ശമിച്ച് ആനന്ദം സിദ്ധിക്കയില്ല. അഗ്നി സർവത്ര ഉണ്ടെന്ന് കരുതി ബാഹ്യാഗ്നിയിൽ ഹവിസ്സ മുതലായ അനവധി ഹോമദ്രവ്യങ്ങളെ അർപ്പിച്ചാലും നിങ്ങളുടെ വിശപ്പ് മാറുകയില്ല. ജഠരാഗ്നി സർവപ്രാണികളിലും ഉണ്ടെന്ന് കരുതി സകല മനുഷ്യർക്കും സകല പ്രാണികൾക്കും ആഹാരത്തെ കൊടുത്താലും നിങ്ങളുടെ ജഠരാഗ്നി ശമിക്കയില്ല. വിശപ്പ് കൊണ്ടുള്ള ദുഃഖം ശമിച്ച് നിങ്ങൾ തൃപ്തരാകയില്ല. നിങ്ങളുടെ ജഠരാഗ്നി ശമിച്ച് തൃപ്തരാകണമെങ്കിൽ നിങ്ങളുടെ ഗാത്രക്ഷേത്രത്തിലുള്ള അഗ്നിയെ തന്നെ ആരാധിക്കണം. അപ്രകാരം നിങ്ങളുടെ ദുഃഖം ശമിച്ച് ആനന്ദതൃപ്തരാകണമെങ്കിൽ നിങ്ങളുടെ ഗാത്രക്ഷേത്രത്തിലുള്ള ആനന്ദദേവനിൽ തന്നെ ആരാധിക്കണം. മനസ്സിനെ യോജിപ്പിക്കണം. അങ്ങനെ ചെയ്യാതെ വിഗ്രഹാരാധന, വ്രതം, തീർത്ഥസ്നാനം, യാഗം മുതലായ ദുഃഖകർമ്മങ്ങളെ പിടിച്ചാൽ ദുഃഖമേ സിദ്ധിക്കുകയുള്ളൂ, സുഖം സിദ്ധിക്കയില്ല. തീയനെ പിടിച്ചാൽ വെന്ത് ഉരുകുന്നതല്ലാതെ കുളിർമ സിദ്ധിക്കയില്ല. മുട്ടുകുത്തി നടക്കുന്ന പ്രായത്തിലുള്ള കുട്ടികൾ
കണ്ണിൻ്റെ മുമ്പിൽ കണ്ടതിനെ എടുത്ത് വായിലിടുന്നു. മണ്ണോ ചുണ്ണാമ്പോ എന്തായാലും വേണ്ടതില്ല, തിന്നണമെന്ന വിചാരത്തിലാണ് വായിലിടുന്നത്. പിന്നെ വായ പൊള്ളി ദുഃഖിക്കുകയും ചെയ്യുന്നു. കർമ്മികളുടെ വ്യാപാരവും അത്തരത്തിലിരിക്കുന്നു. മുക്തി വേണമെന്ന വിചാരത്തിൽ, ദുഃഖത്തിൽ നിന്ന് വേർപെടണമെന്ന വിചാരത്തിൽ ദുഃഖങ്ങളെ, വിഗ്രഹാരാധനാദി ദുഃഖകർമ്മങ്ങളെ പൊത്തിപ്പിടിച്ചിരിക്കുന്നു. അത് ശരിയല്ല എന്ന് ജ്ഞാനികൾ പറയുമ്പോൾ കർമ്മികൾ ജ്ഞാനികളെ അസഭ്യം പറയുന്നു, ദുഷിച്ചെഴുതുന്നു, ഉപദ്രവിക്കുന്നു. കുട്ടികൾ ചുണ്ണാമ്പ് വാരി തിന്നുമ്പോൾ വായ പൊള്ളുമല്ലോ എന്ന് കരുതി അതിനെ തട്ടിക്കളയുമ്പോൾ അവർ കരയും പോലെയാണ് കർമ്മികൾ ജ്ഞാനികളുടെ നേരെ കാട്ടിക്കൂട്ടുന്ന ഗോഷ്ഠികൾ എന്ന് സമാധാനിക്കാനേ അവകാശമുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഇത് ഭക്ഷണവസ്തുവല്ല, ചുണ്ണാമ്പാണ്, തിന്നാൽ വായ പൊള്ളുമെന്ന് വിചാരിച്ച് ഇവർ അതിനെ തട്ടിക്കളയുന്നതാണ് എന്ന് ആലോചിപ്പാൻ കുട്ടികൾക്ക് ശക്തിയില്ല. അതുകൊണ്ടല്ലയോ കരയുന്നത്. അപ്രകാരം വിഗ്രഹാരാധനാദികൾ ആദിപടമല്ല, ഇവയെ അനുഷ്ഠിച്ചാൽ അജ്ഞാന ദുഃഖങ്ങൾ വർദ്ധിക്കും എന്ന് വിചാരിച്ച് ജ്ഞാനികൾ ഖണ്ഡിക്കുന്നതാണ് എന്ന് ആലോചിപ്പാൻ കർമ്മികൾക്കും ശക്തിയില്ല. അതുകൊണ്ടല്ലയോ ജ്ഞാനികളെ ദുഷിക്കുന്നതും. ഹേ ആനന്ദകാംക്ഷികളെ, വിഗ്രഹാരാധന ചെയ്യും തോറും ഭേദഭ്രമം വർദ്ധിക്കുന്നു. ശിവനാകുന്നു മീതെ എന്ന് പ്രമാണം കാണുമ്പോൾ ശിവനെ പൂജിക്കുന്നു. വിഷ്ണുവാകുന്നു മീതെ എന്ന് പ്രമാണം കാണുമ്പോൾ മനസ്സ് അങ്ങോട്ട് ചാടുന്നു. വിഷ്ണു പൂജയും ചെയ്ത് കളയാം, രണ്ട് സേവയും ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വിഷ്ണുവിനെയും പൂജിക്കുന്നു. വിഘ്നങ്ങളെയൊക്കെ നീക്കുവാൻ വിഘ്നേശ്വരനെ പോലെ ആരുമില്ല, അതുകൊണ്ടാകുന്നു വിഘ്നേശ്വരൻ എന്ന പേർ സിദ്ധിച്ചത് എന്ന് വർണ്ണിച്ച് കേൾക്കുമ്പോൾ അങ്ങോട്ട് മനസ്സ് ചാടുന്നു. എന്നിട്ട് വിഘ്നേശ്വര പൂജയും ചെയ്യുന്നു. ശക്തിയില്ലെങ്കിൽ ശവം പോലെയാകുന്നു. ശിവാദി ദേവന്മാർക്കും ഒന്നിനും കഴിയുകയില്ല. അതുകൊണ്ട് ശക്തിയാകുന്നു എല്ലാറ്റിലും വെച്ച് വലിയത് എന്ന് കേൾക്കുമ്പോൾ മനസ്സ് അങ്ങോട്ട് ചാടുന്നു. ശക്തി പൂജയും ചെയ്തു കൊള്ളുന്നു. ഇങ്ങനെ ദേവന്മാരിൽ ഭ്രമിച്ച് ചിലർ അനേക വിഗ്രഹം വെച്ച് പൂജിച്ച് വേണ്ട സമയത്ത് ഭക്ഷണം കൂടി കഴിപ്പാൻ നിർവാഹമില്ലാതെ ബുദ്ധിമുട്ടുന്നു. ചിലർ ശിവനെ പൂജിക്കുമ്പോൾ വിഷ്ണുവിനെ പൂജിച്ചാൽ എൻ്റെ സേവ പോരയോ, നിന്റെ അഭീഷ്ടം സാധിപ്പാൻ ഞാൻ ശക്തനല്ലെന്ന് വിചാരിച്ചിട്ടോ വിഷ്ണുവിനെ സേവിക്കുന്നത് എന്ന് വിചാരിച്ച് ശിവൻ കോപിക്കുമോ എന്ന് സംശയിച്ച് പരിഭ്രമിക്കുന്നു. ചിലർ ശിവനാകുന്നു വലിയത്, വിഷ്ണുവാകുന്നു വലിയത് എന്നിങ്ങനെ വാദിച്ച് കലഹിച്ച് പരസ്പരം ദ്വേഷിക്കുന്നു. എങ്ങും നിറഞ്ഞിരിക്കുന്ന ആനന്ദവസ്തു ഒന്നാകുന്നു എന്ന ജ്ഞാനവും ആനന്ദവും അർച്ചകന്മാരെ അണയുന്നില്ല. അജ്ഞാനൻ ആണ് അനുദിനം അണഞ്ഞു കാണുന്നത്. നോക്കുക, കുളിച്ചിട്ടേ ക്ഷേത്രത്തിൽ കടന്നുകൂടൂ, പൂജിച്ചുകൂടൂ എന്ന വിധിയെ അനുസരിച്ച് നടക്കുന്നത് കൊണ്ട് കുളിച്ചാലേ ശുദ്ധി വരൂ, ശുദ്ധിക്ക് മുഖ്യ കാരണം കുളിയാകുന്നു എന്ന ഒരു അജ്ഞാനം ദൃഢമായി ഉറച്ചുപോകുന്നു. ഇതുകൊണ്ട് അനർത്ഥം എന്താകുന്നുവെങ്കിൽ സ്നാനം മനോമലത്യാഗ, മനസ്സിലെ രാഗദ്വേഷാദി മലിനതയെ നീക്കുന്നതാകുന്നു സ്നാനം. എങ്കിലേ ശുദ്ധനാകൂ, വെള്ളത്തിൽ മുങ്ങിയതുകൊണ്ട് ശുദ്ധനാകയില്ല എന്നുള്ള ഉത്കൃഷ്ട ജ്ഞാനപക്ഷത്തെ പറഞ്ഞാൽ സമ്മതിക്കയില്ല. ഇത് അജ്ഞാനത്തിൻ്റെ ഒരു ക്ലാസ് കയറ്റമാകുന്നു. ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നൈവേദ്യം മുതലായവ കൊണ്ട് പൂജിച്ച് ഈശ്വര പൂജയ്ക്കുള്ള സാധനങ്ങൾ അവയാകുന്നു എന്നൊരു അജ്ഞാനം ദൃഢീകരിച്ചു പോകുന്നു. ഇതുകൊണ്ടുള്ള അനർത്ഥം എന്താകുന്നു എങ്കിൽ സമർപ്പൈക്യം ചേതസരസിജം ഉമാനാഥ ഭവതേ സുഖേന വസ്തുതും ജന ബഹുജനാദി കിമഹോ. അർത്ഥം: ഹേ ഈശ്വര, മനസ്സാകുന്ന താമര പുഷ്പത്തെ അങ്ങേക്ക് അർപ്പിച്ച് സുഖത്തോടുകൂടി ഇരിപ്പാൻ ജനത്തിന് അറിവുണ്ടാകുന്നില്ലല്ലോ, എന്തൊരാശ്ചര്യമാണ് എന്ന് ശങ്കരാചാര്യസ്വാമികൾ കൽപ്പിച്ച ഉത്കൃഷ്ട പ്രമാണത്തെ ഉദാഹരിച്ച് മനസ്സാകുന്ന താമരപ്പൂവിനെ ഈശ്വരനിൽ ആനന്ദത്തിൽ ലയിപ്പിച്ചാലേ ശാശ്വത സുഖം ലഭിക്കുകയുള്ളൂ എന്നുള്ള തത്വത്തെ ഉപദേശിച്ചാൽ അത് ചെകിട്ടിൽ പോകയില്ല, അതിനും ശണ്ടയ്ക്ക് വരും. തുളസി, വില്വം, താമരപുഷ്പം ഇത്യാദികളെ സമ്പാദിപ്പാൻ കുളത്തിലും പൂവുള്ളിടത്തും ഓടി അലയുന്ന ദുഃഖത്തിൽ നിന്ന് പിൻവലിക്കുകയുമില്ല. ഇതും ബിംബാരാധനയാൽ സിദ്ധിച്ച അജ്ഞാനത്തിൻ്റെ ക്ലാസുകയറ്റം തന്നെ. ക്ഷേത്രത്തിൽ ബിംബത്തിൽ പൂജിച്ച് പരിചയിച്ചുറച്ചു പോയതിനാൽ ഇതാകുന്നു ക്ഷേത്രം, ഇതിലാണ് ഈശ്വരൻ എന്നുള്ള ദൃഢവിശ്വാസം വന്നുപോകുന്നു. ഇതുകൊണ്ടുള്ള അനർത്ഥം എന്താകുന്നുവെങ്കിൽ ദേഹോ ദേവാലയ പ്രോക്തഃ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി.
അർത്ഥം: ദേഹമാകുന്നു ഈശ്വരക്ഷേത്രം. ഈശ്വരൻ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട് എന്ന് ശിവജ്ഞാന ദീപികയെയും ഭഗവത്ഗീതയെയും കൂടി ഉദാഹരിച്ച് ഈ ഹൃദയവാസിയായ ഈശ്വരനിൽ മനസ്സിലെ ലയിപ്പിച്ചാലേ പൂജയാകുകയുള്ളൂ. അതുകൊണ്ട് ദുഃഖത്തിൽ നിന്ന് നിവർത്തിച്ച് ആനന്ദത്തെ പ്രാപിക്കുകയുള്ളൂ. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പൂജ ശരിയല്ല, തെറ്റാകുന്നു എന്ന് എത്ര തന്നെ യുക്തിയോടുകൂടി പ്രമാണസഹിതം പറഞ്ഞാലും എള്ളോളം വകവയ്ക്കുന്നില്ല. എന്നു മാത്രമല്ല, ശണ്ടയ്ക്കും വരുന്നു. ഇതും ബിംബാരാധന പ്രസാദമായ അജ്ഞാനത്തിൻ്റെ ക്ലാസ് കയറ്റം തന്നെ. പ്രദോഷ നോയമ്പ്, ഏകാദശി വ്രതം എന്നും മറ്റുമുള്ള പല പല വ്രതങ്ങളെ അനുഷ്ഠിച്ച് ക്ഷേത്രത്തിൽ ഉപവാസം ചെയ്യുന്നു, പട്ടിണി കിടക്കുന്നു. ഇത് ശരിയല്ല. ഉപവാസം എന്നതിനർത്ഥം പട്ടിണി കിടക്കുക എന്നതല്ല. ഉപ എന്നതിന് സമീപത്തിൽ എന്നർത്ഥമാകുന്നു. അതുകൊണ്ട് ജീവാത്മാവിന് പരമാത്മാവിൻ്റെ അരികിലുള്ള വാസമാകുന്നു ഉപവാസം. ഇങ്ങനെയാകുന്നു ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഉപനിഷത്തിനെ ഉദാഹരിച്ചാലും കേൾക്കുന്നില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾ ക്രിസ്ത്യാനിയാകുന്നു, നിങ്ങൾ പാതിരിയാകുന്നു, നിങ്ങൾ ബൗദ്ധനാകുന്നു, ഹിന്ദുമതത്തിനെ ദുഷിക്കുകയാകുന്നു ചെയ്യുന്നത്. അനേക ബ്രാഹ്മണരും പ്രഭുക്കന്മാർ മുതലായവരും കൂടി അനാദികാലമായി അസംഖ്യം ദ്രവ്യം ചെലവ് ചെയ്ത് ക്ഷേത്രം കെട്ടി ആരാധിച്ചു വരുന്നു. അവരൊക്കെ അറിവില്ലാത്തവരാണോ? കർമ്മകാണ്ഡത്തെ ദുഷിച്ചിരിക്കുന്ന നിങ്ങളുടെ മോക്ഷപ്രദീപത്തെയും ഖണ്ഡിച്ച് ഉടനെ ഞങ്ങൾ ഒരു പുസ്തകം പ്രസിദ്ധം ചെയ്യും, കാണിച്ചു തരാം എന്നും മറ്റും പറഞ്ഞ് കോപിച്ച് കർമ്മികൾ ശണ്ടയ്ക്ക് വരുന്നു. ഇത് ബിംബാരാധനാ വിശേഷത്താൽ സിദ്ധിച്ച അജ്ഞാനത്തിൻ്റെ വലിയ ക്ലാസ് കയറ്റമാകുന്നു. അങ്ങനെയല്ലയോ പുതുതായി ഒരു മതത്തിനെ സ്ഥാപിച്ച് പറയുമ്പോഴല്ലയോ എന്നെ അസഭ്യം പറവാൻ അവകാശമുള്ളൂ. ഇവരുടെ വസിഷ്ഠാദിജ്ഞാനികളെ ഇവർ ക്രിസ്ത്യൻ എന്നും പാതിരി എന്നും മറ്റും പറയട്ടെ. വസിഷ്ഠാദികളായ മഹാന്മാരുടെ ഗ്രന്ഥങ്ങളെയും വേദാദി പ്രമാണങ്ങളെയും ഖണ്ഡിച്ച് ഇവർ ഒരു പുസ്തകം എഴുതട്ടെ. ഇങ്ങനെ ചെയ്യാൻ കർമ്മികൾക്ക് പണ്ടുപണ്ടേ അവകാശം സിദ്ധിച്ചിരിക്കുന്നു. കർമ്മികൾ എന്തുകൊണ്ട് അതിന് ഇതേവരെ ശ്രമിച്ചിട്ടില്ല? ഇപ്പോൾ ശ്രമിക്കുന്നതുമില്ല. വസിഷ്ഠാദികളുടെ പ്രമാണങ്ങളെ അനുസരിച്ച് പറയുന്ന എൻ്റെ നേരെ മാത്രം വീര്യം നടിക്കുന്നതിൻ്റെ അർത്ഥം എന്താകുന്നു? ഞാൻ അവരെപ്പോലെ പ്രബലനല്ലെന്ന് കരുതിയിട്ടോ? വിശേഷം പ്രബലന്മാരായ പൂർവന്മാർ സമ്പാദിച്ചു വെച്ച് ധനത്തിനെ ചില ദുർബലന്മാർ എടുത്ത് ദാനം ചെയ്യുമ്പോൾ നമ്പൂതിരിയും പട്ടരും നായന്മാരും തീയനും സകലന്മാരും കൈകാട്ടി വാങ്ങുന്നു. പണം കെട്ടിക്കൊടുക്കുന്നത് ഒരു ചണ്ടാളനായാലും ശ്രേഷ്ഠന്മാർ വാങ്ങുന്നു. ഹിന്ദുമതത്തെ അനുസരിക്കാത്ത ഇതര മതക്കാരിൽ ഒരു ക്രിസ്ത്യനോ മുഹമ്മദിനോ ബൗദ്ധനോ ആരായാലും വേണ്ടതില്ല, പണം കൊടുത്താൽ ആര്യന്മാർ കൈകാട്ടി വാങ്ങും. സർവ്വമതക്കാരും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ധനത്തെ ആരിങ്കിൽ നിന്നും വാങ്ങാമെങ്കിൽ ജ്ഞാനധനത്തെ സർവന്മാരിൽ നിന്നും സ്വീകരിക്കുന്നതിന് എന്ത് വിരോധം? ജ്ഞാനധനത്തിന് ഹൃദയത്തെ പരിശുദ്ധമാക്കുവാനുള്ള ശക്തി കൂടിയുണ്ട്. ധനത്തിന് ആ യോഗ്യതയില്ല. ഈ സ്ഥിതിക്ക് ജ്ഞാനം സർവരിൽ നിന്നും സ്വീകാര്യമല്ലെന്നോ ജ്ഞാനി പ്രബലനല്ലെന്നോ വിചാരിച്ച് ധിക്കാരം പറയുന്നത് മത്സരം കൊണ്ടും അസൂയ കൊണ്ടും ഹിന്ദുമത ഹൃദയത്തെ അറിയാത്തത് കൊണ്ടും കർമ്മകാണ്ഡത്തിൽ അനേകകാലം പരിചയിച്ച് വന്നതുകൊണ്ടും ആകുന്നു. അങ്ങനെയല്ലേ? ആദിയിൽ ഒരുവിധം വിശ്വസിച്ച് അനുഷ്ഠിച്ച് പരിചയിച്ചവരോട് ആ മാർഗത്തെ ദുഷിച്ചു പറഞ്ഞാൽ അവർക്ക് അശേഷം രസിക്കയില്ല, ശണ്ടയ്ക്ക് വരും. നോക്കുക, മത്സ്യമാംസങ്ങൾ ഭുജിക്കുന്നവരോട് അതിനെ ദുഷിച്ചാൽ അവർ സമ്മതിക്കുന്നില്ല. ദൈവം നമുക്ക് തിന്നാൻ വേണ്ടിയിട്ടാകുന്നു അവരെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞ് നിരാകരിക്കുന്നു. നിന്ദ്യമാംസത്തെ ആദ്യം തിന്ന് ശീലിച്ചത് കൊണ്ടല്ലയോ അത് വിടുവിക്കുവാൻ പ്രയാസമായി തീരുന്നത്. മാംസത്തെ ആദ്യം കുട്ടികൾക്ക് കൊടുത്ത് പഴക്കാതെ വളർത്തിയാൽ അവർക്ക് അതിൽ രുചി വരില്ല, സംശയമില്ല. ബ്രാഹ്മണർ ബാല്യം മുതൽക്ക് മത്സ്യമാംസം തിന്ന് പഴകാത്തതുകൊണ്ട് അവർക്ക് അത് ദുർഗന്ധിയായും അരുചിയായും ഇരിക്കുന്നു. ഇവരോട് മാംസം തിന്നണ്ട എന്ന് ഉപദേശിക്കേണ്ട ആവശ്യമേ ഇല്ല. മാംസഭക്ഷണം നിന്ദ്യമാകുന്നു എന്ന പ്രസംഗം ഇവർക്ക് അസഹ്യമായും ഇരിക്കുന്നില്ല. അതുപോലെ ബിംബാരാധനാദികളായ അജ്ഞാന കർമ്മങ്ങളെ ആദിയിൽ അനുഷ്ഠിക്കാതെ വന്നിരുന്നുവെങ്കിൽ ആ കർമ്മങ്ങൾ കൊണ്ട് മുക്തി കിട്ടില്ല എന്നും മറ്റും പറഞ്ഞ് അവയെ ദുഷിക്കുന്ന ജ്ഞാനപ്രസംഗം കർമ്മികൾക്കും അസഹ്യമായി വരികയില്ല. അജ്ഞാനകർമ്മങ്ങളെ അനുഷ്ഠിച്ചു വന്നതുകൊണ്ട് ജ്ഞാനപ്രസംഗം കർമ്മികൾക്ക് അസഹ്യമായി തീർന്നതാകുന്നു. ഹിന്ദുമതത്തെ ധിക്കരിക്കുന്ന ക്രിസ്തു മുഹമ്മദ് മതക്കാരും കൂടി ഹിന്ദുമത ഹൃദയമായ യോഗജ്ഞാനത്തെ അസ്മാദൃക്കുകളുടെ മുഖത്തിൽ നിന്ന് കേൾക്കുമ്പോൾ ആനന്ദിക്കുന്നു. അത്ര മഹിമയുള്ള പരിശുദ്ധ ജ്ഞാനപ്രസംഗം ഹിന്ദുക്കളായ കർമ്മികൾക്ക് ശ്രവണ ദുസ്സഹമായി തീർന്നതുകൊണ്ടും
സമദൃഷ്ടിത്വം വിട്ട് ഞാൻ ഉത്കൃഷ്ടൻ നീ നികൃഷ്ടജാതി എന്നിങ്ങനെ ഭേദദൃഷ്ടി വർദ്ധിച്ച് കാണുന്നതുകൊണ്ടും വിഗ്രഹാരാധനാദി കർമ്മങ്ങൾ അജ്ഞാനത്തെ വർദ്ധിപ്പിക്കുന്നവയാകുന്നു എന്നല്ലയോ തെളിയുന്നത്? പ്രമാണങ്ങളും അങ്ങനെയല്ലയോ തെളിയിക്കുന്നത്? കർമ്മങ്ങൾ അജ്ഞാനത്തെ വർദ്ധിപ്പിക്കുകയാകുന്നു. അതിന് പ്രമാണം യഥാ അമാവാസ്യ അന്ധകാരം മേഘാവരണം വർദ്ധയതേ തഥാ കർമ്മ അജ്ഞാനം വർദ്ധയതി എന്ന് വേദാന്ത ഗ്രന്ഥമായ വാസുദേവമനനത്തിൽ പറഞ്ഞിരിക്കുന്നു. അർത്ഥം, കറുത്ത പാവിലുള്ള ഇരുട്ടിനെ മേഘമൂടൽ എങ്ങനെ വർദ്ധിപ്പിക്കുന്നുവോ അങ്ങനെ കർമ്മം അജ്ഞാനത്തെ വർദ്ധിപ്പിക്കുന്നു. യാഗവിഗ്രഹാരാധനാദികളാൽ ദേവന്മാരെ കൊണ്ടും ചിത്തശുദ്ധിയെ വരുത്തുവാൻ കഴിയുകയില്ലെന്നതിന് പ്രമാണം ന ദേവ ന ച ശാസ്ത്രാണി ന വ്രതാനി തപാംസിന ന മഖ ന ച ദാനാനി ചിത്തശുദ്ധേസ്തു കാരണം എന്ന ദേവി ഭാഗവതം. അർത്ഥം, ദേവന്മാരെ കൊണ്ടും ശാസ്ത്രപാഠം കൊണ്ടും വ്രതങ്ങൾ കൊണ്ടും തപസ്സുകൾ കൊണ്ടും യാഗങ്ങൾ കൊണ്ടും ദാനങ്ങൾ കൊണ്ടും മനസ്സിന് ശുദ്ധി വരുത്തുവാൻ കഴിയുകയില്ല. ദേവന്മാരുടെ മനസ്സിന് തന്നെ ശുദ്ധി വരുത്തുവാൻ അവർക്ക് ശക്തിയില്ല. നോക്കുക, ദേവേന്ദ്രൻ ഗൗതമ മഹർഷിയുടെ പത്നിയായ അഹല്യയെ രഹസ്യം പിടിപ്പാൻ പോയി. കോഴി കൂകി. അത് കേട്ട മഹർഷി കുളിപ്പാൻ പോയി. അപ്പോൾ അഹല്യയെ അംഗീകരിക്കുകയും ഗൗതമൻ അറിഞ്ഞ് ശപിക്കുകയും ചെയ്തു. ആ ശാപത്താൽ സഹസ്രാക്ഷൻ ദേവേന്ദ്രൻ സഹസ്രഭകനായി എന്നും ദേവേന്ദ്രൻ്റെ വൃഷ്ണം അറ്റുപോയി എന്നും പിന്നെ ദേവന്മാരെല്ലാവരും കൂടി മേഷത്തിൻ്റെ ആട്ടിൻ്റെ വൃക്ഷത്തെ ഒട്ടിച്ച് ദേവേന്ദ്രനെ മേഷവൃഷണനാക്കി എന്നും പുരാണം പറയുന്നു. ദേവേന്ദ്രൻ്റെ അവസ്ഥ എവിടെ? കോഴി കൂകി കുരൂപനായി തീർന്ന കുൽസിതാവസ്ഥ എവിടെ? ഉർവശി, മേനക, രംഭ മുതലായ അനവധി ദേവസുന്ദരികൾ ദേവേന്ദ്രന് ഇരിക്കെ മഹർഷി പത്നിയുടെ പാതിവ്രത്യത്തെ കെടുപ്പാൻ പോകണമോ? ഇങ്ങനെ എത്ര ദുർനടപ്പ്! ഇങ്ങനെ ഓരോ ദേവന്മാരുടെ ദുർവൃത്തിക്ക് കയ്യും കണക്കുമില്ല. ഇങ്ങനെയുള്ള ഇവർക്ക് നമ്മുടെ ചിത്തശുദ്ധിയെ വരുത്താൻ കഴിയുമോ? ഇവരെ യാഗാദികൾ കൊണ്ട് ആരാധിച്ചിട്ട് എന്താ കിട്ടുവാനുള്ളത്? എന്താ കിട്ടിയത്? ഒന്നും കിട്ടിയിട്ടില്ലെന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. നിഷ്കാമകർമ്മങ്ങൾ കൊണ്ടും ഈശ്വരൻ പ്രസാദിച്ച് ചിത്തശുദ്ധിയെ തരികയില്ലെന്നും ഞാൻ തെളിയിച്ചു പോയിരിക്കുന്നു. എങ്കിലും ഭഗവത്ഗീത കൊണ്ടും കൂടി തെളിയിച്ചു കൊള്ളുന്നു. അതിലാണ് നമ്മുടെ കൂട്ടർക്ക് അധികം വിശ്വാസം. നാദത്തേ കശ്യതി പാപം ന ചൈവ സുഹൃതം വിഭുഃ അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. അർത്ഥം, ഈശ്വരൻ ഒരുത്തൻ്റെയും ഭക്തൻ്റെയും പാപത്തെ സ്വീകരിക്കുന്നില്ല, സുഹൃതത്തെയും പൂജാദികളെയും സ്വീകരിക്കുന്നില്ല. എന്തെന്നാൽ എൻ്റെ പൂജയെ സ്വീകരിച്ചു, എൻ്റെ പാപത്തെ ഈശ്വരൻ ഹരിച്ചു എന്ന് പറയുന്നത് എന്താണ്? എന്തിനാണ് ഭക്തന്മാർ പൂജായാഗം ഹോമം മുതലായ കർമ്മങ്ങളെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുവെങ്കിൽ അജ്ഞാനത്താൽ ജ്ഞാനം മൂടപ്പെട്ടിരിക്കുന്നു. അത് ഹേതുവായിട്ട് ബുദ്ധി കെട്ടുപോയിരിക്കുന്നു. അതിനാൽ അങ്ങനെ പറയുന്നതും ചെയ്യുന്നതുമാണെന്ന് അഭിപ്രായം. ഇതാണ് വാസ്തവം. കർമ്മികൾ പറയും പ്രകാരം ഇവരുടെ കാമ്യകർമ്മങ്ങൾക്ക് സമ്പത്ത് മുതലായവയെയും നിഷ്കാമകർമ്മങ്ങൾക്ക് ചിത്തശുദ്ധിയെയും ദേവന്മാരോ ഈശ്വരന്മാരോ പ്രസാദിച്ച് കൊടുക്കുന്നതായിരുന്നാൽ എന്തുകൊണ്ടാണ് ഇന്ത്യാ ചക്രവർത്തിത്വം മുതലായ ഐഹിക പദവിയെ കാമ്യകർമ്മികൾക്ക് കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് നിഷ്കാമകർമ്മികൾക്ക് ചിത്തശുദ്ധിയെ കൊടുക്കാത്തത്? നമ്മുടെ കൂട്ടർ ദേവന്മാരെയും ഈശ്വരനെയും ഏതെല്ലാം വിധത്തിൽ ആരാധിക്കുന്നു? ക്ഷീരം, ഇഷുനീരം, ജംബീരനീരം, ശുദ്ധനീരം ഇത്യാദികളായ അഭിഷേകദ്രവ്യങ്ങൾ കൊണ്ട് സഹസ്രകലശം ആടിയാടി നമ്മുടെ ദേവന്മാർക്ക് നീരിളക്കം, ജലദോഷം പിടിച്ചു കിടക്കേണ്ട കാലമായി. ശർക്കരപ്പായസം, പാൽപ്പായസം, പഴം, പൂപം, അവിൽ, അട, വട മുതലായ അനവധി ഭക്ഷ്യപദാർത്ഥങ്ങളെ ത്രികാലങ്ങളിലും വെച്ച് പൂജിച്ച് നമ്മുടെ ശിവൻ, വിഷ്ണു മുതലായ ദേവന്മാർക്ക് അജീർണം പിടിപെട്ട് ഡോക്ടറെ കൊണ്ട് ചികിത്സിക്കേണ്ട കാലമായി. എത്ര വിധത്തിലാണ് ആരാധന ചെയ്യുന്നത്? ഈശ്വരപ്രസാദത്തിനു വേണ്ടി എത്ര ആയിരം ഉറുപ്പികയാണ് ചിലവ് ചെയ്യുന്നത്? ഇത്രയെല്ലാം ചെയ്തിട്ടും ഇത്ര കാലമായിട്ടും ഇവർക്ക് ഇഷ്ടസിദ്ധിയോ ചിത്തശുദ്ധിയോ ദേവന്മാരോ ഈശ്വരനോ കൊടുത്തു കാണുന്നില്ല. അതുകൊണ്ട് ഇവരുടെ പൂജയ്ക്കും കൊട്ടിനും താളത്തിനും അനുസരിച്ച് കളിക്കുന്ന വികാരിയല്ല ദൈവം എന്നത് നമുക്ക് അനുഭവമായിരിക്കുന്നു. പ്രമാണവും അങ്ങനെ തന്നെ. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. അർത്ഥം, എല്ലാ പ്രാണികളിലും ഈശ്വരൻ സമനായിട്ടിരിക്കുന്നവനാണെന്നാണ് ഈ ഭഗവത്ഗീത പ്രമാണം കൊണ്ട് പറയുന്നത്. അങ്ങനെ തന്നെ പല പ്രമാണങ്ങളും പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ അനുഭവ പ്രമാണങ്ങൾക്ക് വിപരീതമായി വിഗ്രഹാരാധനാദികൾ, വഴിപാടുകൾ മുതലായവ കൊണ്ട് ഈശ്വരൻ പ്രസാദിക്കുമെന്ന് പറയുന്നത് അറിവില്ലായ്മയാകുന്നു.
ഈ തരക്കാരായ കർമ്മികളുടെ വിഗ്രഹാരാധനാദി കർമ്മങ്ങൾ ദൈവനിന്ദയായിട്ടാണ് കലാശിക്കുന്നത്. ഇവർ സമനായിരിക്കുന്ന ദൈവത്തെ പക്ഷപാതിയായ വികാരി അല്ലെന്നല്ലയോ തീർച്ചപ്പെടുത്തുന്നത്. സമനായിരിക്കുന്ന ജഡ്ജിയെ കൈക്കൂലി വാങ്ങി ഗുണത്തെ ചെയ്യുന്ന പക്ഷപാതി എന്ന് പറയാമോ? എന്തെന്നാൽ ഗീതയിൽ തന്നെ കാമ്യനിഷ്കാമ ഫലങ്ങളെ കർമ്മടന്മാർക്ക് ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പക്ഷമാണ് അധികം. ഹിന്ദുമതത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ പലയിടത്തും അങ്ങനെ കാണുന്നുണ്ട് എന്നാണ് കർമ്മികൾ വാദിക്കുന്നത്. അവിടെയെല്ലാം കപടപ്രമാണങ്ങളെന്ന് തീർച്ചപ്പെടുത്തണം. അങ്ങനെ തീർച്ചപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഹിന്ദുമത സമുദ്രത്തിൽ കിടക്കുന്ന കർമ്മകാണ്ഡ മുതലയുടെ വായിലകപ്പെട്ട് ദുഃഖിച്ച് നശിക്കുകയേ ഉള്ളൂ.